നമ്മളിപ്പോൾ നോട്ടീസ് കൊടുക്കുന്നത് കൃത്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ എത്തണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സെർവ് ചെയ്യണമെങ്കിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അൺട്രേസബിൾ ആയിട്ടുള്ള കേസസിൽ താങ്കൾ പറഞ്ഞ മാതിരി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കണം എന്നുള്ളതാണല്ലോ. ആൾ കാണുന്നില്ല എന്ന് നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആളെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടില്ല, നമ്മൾ 3 പ്രാവശ്യം പോയി പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തു. അവർക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, പിന്നെ ഫോം 6 വെച്ചിട്ട് ഇത് കൊണ്ടുവരാമല്ലോ ലിസ്റ്റിലേക്ക്. ഇല്ല അത് നമ്മളിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബൂത്ത് ലെവൽ ഓഫീസറിന് നിയമിച്ചിട്ടുള്ളത് നമ്മുടെ ഇലക്ഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു എവിഡൻസോട് കൂടി പറയണം. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ബൂത്ത് ലെവൽ ഓഫീസർ. അങ്ങനെ ഒരു അൺട്രേസബിളായി വന്നിട്ടുള്ളത് ബൂത്ത് ലെവൽ ഓഫീസറുടെ ഒരു മിസ്റ്റേക്ക് അല്ലല്ലോ. ബൂത്ത് ലെവൽ ഓഫീസർ പരിശ്രമിച്ചു, ആൾ കിട്ടിയില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് തന്നെയാണല്ലോ. അൺട്രേസബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം പോകണം, ഇല്ലെങ്കിൽ അവിടെ സ്ലിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ലിപ്പ് ചെയ്യാത്തത് നമ്മുടെ കയ്യിൽ കാണും. നമ്മൾ 3 പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ചു ആർക്കൊന്നും അറിയില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എല്ലാ സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടത് ബൂത്ത് ലെവൽ ഏജൻറ്റ്സ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സോട് ബന്ധപ്പെടണം, IAS ലിസ്റ്റ് എടുക്കണം. കാണാത്ത ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ആ ലിസ്റ്റ് എല്ലാവർക്കും കൈമാറുന്നുണ്ട്. അവർക്ക് കിട്ടിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? ബൂത്ത് ലെവൽ ഓഫീസർ പരമാവധി ശ്രമിച്ചു, ആൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റ് നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്തത്, പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ടുള്ളത്. അവർ തന്നെ മാറി എവിടെയോ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? തിരികെ വരാമല്ലോ. ഫോം 6 കൂടി ഒരു ഡിക്ലറേഷൻ ഫോം കൊടുത്തിട്ട് തിരിച്ചു പോകണം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എവിഡൻസോട് കൂടി പറയുകയാണെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിസ്റ്റ് BLOയുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത്, ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് പ്രിൻ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ കൂടി പരിശോധിക്കണം. പിന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേറെ എന്താ നമുക്ക് നോട്ടീസ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് പിന്നെ പോസ്റ്റ് വരെ അയക്കാൻ പറ്റാതെ ഇഷ്ടംപോലെ സമയമെടുക്കും. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തണം. ഇവിടെ പ്രിൻറ്റ് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ളത് ബൂത്ത് ലെവൽ ഏജൻറ്റിന്, ബൂത്ത് ലെവൽ ഓഫീസർക്ക് അറിയാമല്ലോ, വീടെല്ലാം അറിയാം. അവരുടെ ജോലിയാണത്, അവിടെ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അവിടെ പോയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ ഓഫീസർ തന്നെയല്ല പോയത്. അവരുടെ ഫോം ഫിൽ ചെയ്യാൻ അടക്കം സഹായിച്ചത് ബൂത്ത് ലെവൽ ഓഫീസറാണ്. അവർക്കറിയാം ഏത് വീടാണ് എന്നുള്ളത്, ഏത് വീട്ടിലെ നോ മാപ്പിംഗ് ഉണ്ടെന്നുള്ളത് അടക്കം അവർക്കറിയാം. അവരാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ നോട്ടീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് കൃത്യമായിട്ട് നോട്ടീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസറാണ്. ബൂത്ത് ലെവൽ ഓഫീസർ അത് ഏൽപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബാക്കി എല്ലാ കാര്യം ഇന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഹിയറിംഗിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.